വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റിയതിൽ. ഭക്ഷണം കുഴപ്പമില്ല. ഇനി ഇങ്ങനെയുള്ള പരിപാടി നടത്തണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എല്ലാരെയും കാണാനും അരുണിനോടും ബാക്കിയുള്ള എല്ലാവരോടും ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. വീണ്ടും ഇതുപോലെ അടുത്ത വർഷം നമുക്ക് കൂടണം. എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു അവസരം വീണ്ടും ഇതേപോലെ ഉണ്ടാവണം. പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്കും കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകടിച്ചുകൊണ്ട് ഇനിയും ഇത്തരം പരിപാടികൾ നടത്താനുള്ള പ്രചോദനം നമുക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട്. നമുക്കിവിടെ കൂടാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇവിടെ വന്നപ്പോൾ പണ്ടത്തെ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഓർമ്മ വന്നത് കുഞ്ഞിനെ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നമുക്ക് പരിപാടി ഉണ്ടാവണം. അതിന് അടുത്ത വർഷവും നമുക്ക് സാധിക്കണം എന്നാണ് പറയാനുള്ളത്. ഞാൻ കുഞ്ഞിനെ വിളിക്കുന്നു. നമസ്കാരം. ഇത് ഞാൻ കളിച്ച് ഓടി നടന്ന് ജനിച്ചു വളർന്ന വീടാണ്. പിന്നെ ഒരുപാട് ഓർമ്മകളുണ്ട്. പിന്നെ ഇങ്ങനെ സംഘടിപ്പിച്ച ഒരു കുടുംബ സംഘം സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ജനിച്ചു വളർന്ന വീടും പരിസരവുമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഞങ്ങൾ അങ്ങനെ ഇല്ലാത്ത ഒരു വിഷമം. എന്നാലും എല്ലാവരും ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ സന്തോഷം. അപ്പൊ ഇനി അടുത്ത വർഷം ഇതേപോലെ കുടുംബസംഘം സംഘടിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ പഴയ ഒരു വീട് നിൽക്കുന്ന സാധനമാണ്. പണ്ട് ചില ഒരു 10-18-20 കൊല്ലം മുന്നുള്ള ഒരു വീട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇത് നമ്മൾ ഈ എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് എന്റെ പഴയ കാലൊക്കെ ഓർമ്മ വരും. എന്റെ അച്ഛൻ നിൽക്കാതില്ല ജീവിച്ചൊരു നല്ലൊരു ഏരിയയാണ്. ആക്കുമ്പോട്ടെ കാലം നമ്മള് പിന്നെ എങ്ങനെയാണ് നമ്മള് പ്രായമാവും. നമ്മളെ പ്രായമായിട്ട് നമുക്ക് ഇങ്ങനെ വയസ്സൊക്കെ വരും. എന്നാലും നമ്മള് എല്ലാവരും ഒരുമിച്ച് ഇവിടെ എല്ലാവർക്കും കൂടാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. കാണുമ്പോൾ നമുക്ക് വലിയൊരു എന്റെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഭാര്യയൊക്കെ ആയിട്ട് എല്ലാവരെയും ഇവിടെ കൊണ്ടുവരാനും എല്ലാവർക്കും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയത് വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മള് വേറെ വന്ന ഇന്നലെ നമുക്കൊരു കറണ്ടിന്റെ പ്രശ്നം വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കറണ്ട് നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ നല്ല അടിപൊളി പരിപാടിയായിട്ട് നടത്താൻ പറ്റിയത്. അപ്പൊ നമ്മള് ഒരു നടത്തുകയാണെങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി കറണ്ടിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലും അത് നമ്മൾ എൻജോയ്മെന്റ് ചെയ്യുമ്പോ അപ്പൊ നമ്മള് കറണ്ടാണെങ്കിലോ അതൊക്കെ നമ്മളൊരു പൈസ കൊടുക്കുന്നതാണോ, ആർക്കാണെങ്കിലും നമ്മള് പൈസ കൊടുക്കണം. അപ്പൊ ഈ കറണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അതെല്ലാവരും ഇന്നലെ ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുറിച്ച് പറ്റിയിട്ടുണ്ട്. ഞാൻ പണ്ട് ഇവിടെ നമ്മളൊരു ചെറിയൊരു തോടേന്ന് ഇവിടെ ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ ചെറിയ ഒരു തോട്ടിലൊക്കെ ഇങ്ങനെ സൈഡ് കെട്ടിട്ട് ഞാൻ പ്രകാശത്തെ അങ്ങനെ കുടിക്കായിരുന്നു പണ്ട്. നമുക്ക് വേറെ എൻജോയ് പറ്റുന്നില്ലായിരുന്നു അന്നൊക്കെ നമ്മള് ജീവിച്ചു പോകുന്ന അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ഞാൻ രജീഷിനെ കണ്ടിട്ടാണ്. രജീഷ് ഞാന് ഒരാളെ അല്ല എല്ലാവരും അന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെയുണ്ട്. എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഒരു ഭാഗം എല്ലാവരും കഷ്ടപ്പെട്ടാണ് ജീവിച്ചിട്ടുണ്ട്.
കുഞ്ഞോരട്ടൊക്കെ അറിയാം. കുഞ്ഞോരട്ടൊക്കെ അതിന്റെ മുകളിൽ നിന്ന് ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഓരൊക്കെ അന്ന് ആ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടൊക്കെ നമുക്ക് എല്ലാം അറിയാം. എല്ലാവരും ജീവിതം പറഞ്ഞില്ല അന്നൊരു അതാണ് നമ്മുടെ ജീവിതം മറക്കരുത് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മളെ എങ്ങനെയുള്ളതാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. പണ്ടുള്ള ജീവിതം നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ എത്ര പൈസ ഉണ്ടായിരുന്നോ ഒന്നല്ല, പൈസയല്ല നമ്മൾ നോക്കണ്ടേ. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കാൻ പാടില്ല. പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതവും നമ്മൾ മറക്കാൻ പാടില്ല. എങ്ങനെ പൈസ മൂല്യം നമ്മൾ കാണാൻ പാടില്ല. പൈസയുടെ മൂല്യം നമ്മളൊരു ജീവിതത്തിൽ എല്ലാവരും ഒരേപോലെ കാണണം. പൈസ നമുക്ക് ഇത് വരും നാളെ. പൈസയുടെ മൂല്യം നമ്മള് അളക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമില്ല. നമ്മള് പൈസയുടെ മൂല്യം കണ്ടുണ്ടെങ്കിൽ ജീവിതത്തിലൊന്നുമില്ല. ഇന്നിപ്പോ നമ്മളെല്ലാരും ഒരു 1000 റുപ്യ കുട്ടിയൊക്കെ നടക്കുന്ന 1000 റുപ്യ, കുട്ടിയൊക്കെ 500 റുപ്യ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആ ചെലവാക്കുന്ന പൈസ ചെറിയൊരു പൈസയാണ്. പക്ഷെ അങ്ങനെയല്ല, അത് അതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. വെച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ജീവിക്കാനും നമ്മളെ ഒരു പഴയ തറവാട് എന്റെ തറവാട് ആ ജീവിതം നമ്മൾ ഇപ്പൊ നമ്മളൊന്ന് ആസ്വദിച്ച് ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റുന്ന ഒരു കേസാണ്. നല്ലൊരു കാര്യമാണ് ഈ കുടുംബ സമൂഹത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് എല്ലാവരും നന്ദി. നമസ്കാരം. ഇതുപോലൊരു പരിപാടി ചെയ്യണമെന്നുള്ളത് അരുണിൻ്റെ ഒരു ആശയമായിരുന്നു. അപ്പോൾ ഞാൻ രജീഷ് കുട്ടേട്ടൻ ഞങ്ങളെ സംഘടിപ്പിച്ച് ആ പുറത്തിലേക്ക് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ അത് സക്സസ്സായി. നമുക്കെല്ലാവർക്കും താല്പര്യം, എല്ലാവരും വിളിക്കാനുള്ള തീരുമാനമായി. അങ്ങനെ 2 ദിവസം കൊണ്ട് എല്ലാ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, സംസാരിക്കുന്നു, 2-3 മീറ്റിംഗ് നടക്കുന്നു. എല്ലാവർക്കും പങ്കെടുക്കാൻ താല്പര്യം. നമുക്കും അതേപോലെ എല്ലാവരും കണ്ടുമുട്ടാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാം ഓക്കെ ആയി. പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ ഇന്നലെ മാത്രം ചെറിയൊരു പ്രശ്നം, എല്ലാവരും വന്നു ചേർന്ന കാര്യങ്ങളുടെ പ്രശ്നം കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും. നമ്മുടെ രാജ്യത്തെ ഒരു പരിപാടിയാണ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അടുത്തതിൽ ഇതിനേക്കാളും നല്ലൊരു സെറ്റപ്പായിട്ട് നടത്താമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറ്റിയത് കുഴപ്പമൊന്നുമില്ല. ഉള്ളത് കൊണ്ടോണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിയാവുന്നത്ര ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് നടത്താം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവരും നമ്മൾ കൂടെ നിൽക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. ഇങ്ങനെ ഒരു കുടുംബയോഗം സംഘടിപ്പിക്കാൻ എൻ്റെ സഹോദരന്മാരായ രജീഷും അജീഷും കുഞ്ഞാവയും അരുണും ചെയ്ത ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ എത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു യോജിപ്പില്ലായിരുന്നു. കാരണം എല്ലാവരും എത്തിപ്പെടുക, എല്ലാവരെയും സാമ്പത്തിക സ്ഥിതി അതിന് പറ്റിയ സാഹചര്യമാണോ? എന്നാലും ചില ആൾക്കാർ ഇവിടെ എത്തിയില്ല. അത് സാമ്പത്തികവും പിന്നെ അസുഖകരമായ ഒരു സിറ്റുവേഷനിൽ 1-2 ആൾക്കാരുണ്ട്. അവരുടെ സാന്നിധ്യത്തിന് 1-2 ആൾ വന്നിട്ടുണ്ട്. എന്നാലും ഇങ്ങനൊരു സാഹചര്യം ഒരുക്കിയാല് എല്ലാവർക്കും നന്ദി. കുറേ കാലമായല്ലോ. എൻ്റെ ഒരു ഓർമ്മ നോക്കുകയാണെങ്കിൽ ഒരു 18 വർഷമായിട്ടാവും ഈ ലക്കിടിയിൽ ഇന്ന് ഞാൻ പോയിട്ട്. അതിനുശേഷം പല പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് ഇത്രയും നേരം നമുക്കിവിടെ ഒന്നിച്ച് നിൽക്കാൻ അസുഖങ്ങളും ജോലിന്റെ സാഹചര്യങ്ങളെല്ലാം മാറ്റി ഇത്രയാൾ ഒത്തുകൂടാന്ന് പറഞ്ഞാല് അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിൽ ഞാൻ ആദ്യമായിട്ട് അരുണിനെയും
റജീഷിനെയും കുഞ്ഞാവേനെയും കൂട്ടുകാരനെയൊക്കെ കുറ്റപ്പെടുത്തുക. എന്താ അറിയോ, ഇങ്ങനെ സാഹചര്യത്തില് നമ്മളെങ്ങനെ ഒന്നിച്ചു നിർത്താൻ ഇത്രയും നേരെങ്കിലും ഒരു 10 മണിക്കൂറോ ഒരു 15 മണിക്കൂറോ ഒത്തു നിർത്താൻ അവര് കഴിഞ്ഞല്ലോ. സത്യം പറഞ്ഞാൽ ഇവര് ഇടയ്ക്ക് അരുണൊക്കെ ഇങ്ങനെ ഒരു വോയിസ് ഒക്കെ ഇടും, ഇന്ന് വൈകിട്ട് നമുക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് വേണം, ഇവര് 10 പ്രാവശ്യം വിളിക്കും. ഞാൻ അറ്റൻഡ് ചെയ്യില്ല, സാഹചര്യം കൊണ്ടാണ്. ഒന്ന് ഞാൻ കട കൂട്ടി വീട്ടിലെത്തുമ്പോ ഒരു 8:30 ആവും. പിന്നെ വെയിലത്തുള്ള പണികളാണ്, അപ്പോഴേക്ക് ഉറങ്ങിപ്പോയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്റെ ആൾക്കാരൊക്കെ വിളിക്കലുണ്ട്. അത് ഇത് ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കാതെ ഇവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ചിലപ്പോ എന്റെ മരിച്ചവരെ വിളിക്കും. ഒരു 10 പ്രാവശ്യം വിളിക്കല്ലേ ഓരോരുത്തർ വെച്ചിട്ട്. ഒരു താല്പര്യമൊക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ. എന്നിട്ട് ഇവര് ഒരു 4 ആളാട്ടോ അവിടെ സമ്മതിക്കാൻ പറ്റും. ഇത്ര ആളെയും ഒന്നിച്ച് ഇവിടെ കൊണ്ട് നിർത്താൻ കഴിഞ്ഞു. അതുപോലെ പ്രായമായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നില്ലേ, അവരൊക്കെ ഇവിടെ എത്തിക്കാൻ ഇവര് 4 ആളെ ഭയങ്കര എഫക്ട് എടുത്തിട്ടുണ്ട്. കേട്ടോ ഞാനറിയാം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ കുടുംബങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞതിന് കുറെ മക്കളെ അറിയില്ല. എന്നെ വരെ അറിയാത്ത കുറെ മക്കളുണ്ട്. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഇത്രയും നേരം ഇവിടെ നിൽക്കാനും സാധിച്ചത് എനിക്ക് വളരെ നന്ദി ഇവരോടൊക്കെ. ഇനിയും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ, ഇത്രയേ പറയാനുള്ളൂ. നെക്സ്റ്റ് ഇതെങ്ങനെ വിളിക്കാം. എന്നാ അടുത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനോ ഉപദേശിക്കാനൊക്കെ ഉണ്ടാവും. നമ്മളെ ഒരു മൂത്ത ആളെന്ന നിലയില് ഞാൻ ലാസ്മേശിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ആദ്യമായി ഞാൻ എന്റെ കുടുംബാംഗങ്ങളോട് നന്ദി പറയുന്നു. എല്ലാവരെയും കാണാൻ പറ്റിയത് വളരെ അധികമൊന്നും പറയട്ടെ. പരിപാടികളൊക്കെ വളരെ നന്നായി സന്തോഷമായിട്ടുണ്ട്. ഫുഡിനാണെങ്കിലും പരിപാടിയാണെങ്കിലും വളരെ ഭംഗിയാണ് നടന്നത്. ഇങ്ങനെ ഒരു പരിപാടി വരികയാണെങ്കിലും എല്ലാവരും ഒന്നിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം തീരാനായിട്ടുണ്ട്. ഇന്നലെ കുറച്ചു നേരം കറണ്ട് പോയി, അതൊരു ചെറിയൊരു കുറവായിട്ട് പറഞ്ഞെങ്കിലും അതൊന്നും നമ്മൾ കറണ്ട് ഇല്ലാത്ത സമയത്തും നമ്മൾ ഉള്ള വെളിച്ചം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മണി വരെ എല്ലാവരും ഉറക്കമൊക്കെ ഒഴിഞ്ഞ് കംപ്ലീറ്റ് ഇത് ആസ്വദിച്ച് ഈ പരിപാടി മൊത്തമായിട്ട് ഒരു ഗംഭീര വിജയമാക്കി തീർന്നിട്ടുണ്ട്. പിന്നെ ഇത് ഈ കൂടിച്ചേരല് പറഞ്ഞ പോലെ പ്രകാശേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി, കുറച്ചുകൂടി മുന്നേ വേണമെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു. അപ്പം ഈ ആദ്യത്തെ പരിപാടി നല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാനും നമുക്ക് മൊത്തമായിട്ടൊന്ന് കാണാനും പറ്റിയിട്ടുണ്ട്. ശ്രീയേട്ടൻ്റെ അച്ഛൻ എപ്പോഴും പറയും, നമുക്കൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും, കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. അത് തന്നെയാണ്, നമ്മൾ കൂടി ചേർന്നാലാണ് ശരിക്കും ഒരു കുടുംബമാകുന്നത്. അപ്പം അടുത്ത വർഷവും ഇതുപോലെ ഒരു ഗെറ്റ് ടുഗദർ എന്തായാലും പ്ലാൻ ചെയ്യണം. പറ്റുന്ന എല്ലാവരും പങ്കെടുക്കണം. എന്നാലാണ് നമുക്ക് നമ്മളെ ബന്ധങ്ങളൊക്കെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ പറ്റുക. പിന്നെ എനിക്കും മക്കൾക്കൊക്കെ വരാൻ പറ്റി. കോഴിക്കോടാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്നത്. പിന്നെ ഞാൻ അടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്. പിന്നെ ഈ പരിപാടിയെ പറ്റി അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്
ശ്രീയേട്ടനെ ക്ഷണിക്കുക. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോടാണ് വീട്, പന്തീരങ്കാവ്. കല്യാണം 2013 കഴിഞ്ഞിട്ടുണ്ട്. 13 വർഷത്തിന് ശേഷമാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാകുന്നത്. അങ്ങോട്ട് എല്ലാ വർഷവും ഇതേപോലെ തന്നെ അറേഞ്ച്മെന്റ് ചെയ്യണം. ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അതിന്റെ ആശയം മുതൽ 1, 2, 3 ആൾ എഫേർട്ട് ആയിരിക്കും. പരിപാടിയിൽ 100-200 ആളുണ്ടായിരുന്നു. 2-3 എഫേർട്ട് ആയിരിക്കും. എഫേർട്ടിൽ ചുക്കാൻ പിടിച്ച ആളുകൾ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇപ്പൊ കറണ്ട് പോയത് മറ്റുള്ള കാര്യങ്ങളൊന്നും വിഷയകരാത്ത എൻഗേജ് ചെയ്യാൻ വേണ്ടി അവരെ പടക്കങ്ങളൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. മാളികത്തെ പക്ഷേ പൂള് ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി നന്നായിട്ടുണ്ട്. എല്ലാം ഓവറോൾ സൂപ്പർ. ഈ ലൊക്കേഷനും പല ഓർമ്മകൾക്കും പല ഓർമ്മ ഒന്നും ഇവിടെ നിൽക്കുമ്പോൾ ലൊക്കേഷൻ സെലക്ട് ചെയ്തതിലും നന്നായിട്ടുണ്ട്. ഡാൻസും നന്നായിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനൊരു അവസരം തരികയാണെങ്കിൽ ഇതെന്തായാലും ഞാൻ പങ്കെടുക്കുന്നതായിരിക്കും.